അപ്പം ഇതാണ് രണ്ടാമത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. ആദ്യത്തെ എനിക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വാ. ഞാൻ ഈ അന്തം വിട്ട് നോക്കണം എന്താണെന്നറിയോ, ടി വിയിലേക്കാണ്. ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നല്ലോണം എക്സ്പെക്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബോക്സ് ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ പെർഫ്യൂം ബോക്സ്. സത്യം പറഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കുഞ്ഞേ ബോക്സിൽ എന്താണെന്നറിയോ, നല്ല ായിട്ട് നല്ല കുഞ്ഞ് സ്റ്റോൺ വെച്ചുള്ള നെക്ലേസും അതിന്റെ കൂടെ ബാംഗിൾസും പിന്നെ സെറ്റായിട്ടൊരു ഇയറിംഗും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കളറൊന്നും പോകാത്ത നല്ല ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഗൈസ്, നേരിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് ഞാൻ എൻ്റെ കസിന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ ഡ്രസ്സിന്റെ കൂടെ ഇത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു സ്റ്റോണും റിസപ്ഷൻ ഡ്രസ്സിന്റെ കളറും സെയിം ആയിരുന്നു. അപ്പൊ തന്നെ നോക്ക് എന്തൊരു ഭംഗിയല്ലേ, നല്ല എലഗൻ ലുക്ക് തരുന്നില്ലേ. ഇനി ഒരു ബോക്സും കൂടി ഞാൻ കാട്ടി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്താന്ന് വെച്ചാൽ അപ്പുറത്ത് വീട്ടിലൊക്കെ ഓരോരുത്തർ നോക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിലെന്താണെന്നറിയോ, നല്ല ക്യൂട്ട് കുറേ കമ്മലുകൾ. എൻ്റെ അടുത്തൊരു വലിയ 2 ബോക്സ് നിറയെ ഇയറിംഗ് കളക്ഷൻ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാം. കമ്മലുകളുടെ കൂട്ടത്തിൽ തന്നെ കുറെ പൊട്ടും നെയിൽ പോളിഷും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതിലുള്ള ഓരോ കമ്മലുകളും നല്ല ഭംഗിയുണ്ട്. എല്ലാം എനിക്ക് ചേരുന്ന ടൈപ്പുള്ള ഓരോ കമ്മലും. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ഓരോ വർഷവും എനിക്ക് എന്തെങ്കിലും കേട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ എവിടെ എന്ത് വാങ്ങാൻ പോയി കഴിഞ്ഞാലും ഞാൻ ആദ്യം കമ്മലുകളാണ് നോക്കുക. അവരുടെയൊക്കെ മൈൻഡിലേ ഇത് ആര് വാങ്ങി തന്നതാണെന്നാവും. ഗൈസ്, ഡോണ്ട് തിങ്ക് ടൂ മച്ച്, ഹെഡേക്ക് വരും. നിങ്ങൾ കൂടുതൽ ആലോചിച്ച് തല ഉണ്ടാക്കുന്നു വേണ്ട. ഈ വീഡിയോ കണ്ട് ജസ്റ്റ് ഒരു ലൈക്ക് തന്നിട്ട് പോയാൽ മതി. ഞാനിതാ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട്. അപ്പോഴേ എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിരുന്ന എല്ലാവർക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദിയുണ്ട്. ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൺ വോയിസിൽ ചെയ്യണമെന്നായിരുന്നു ഗൈസ് വിചാരിച്ചിരുന്നത്. കസിന്റെ കല്യാണം ആയക്കൊണ്ടേ 4 പുറത്തും ഭയങ്കര ബഹളായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ദാ ഇതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ കാട്ടിത്തരാം. കുറെ എണ്ണതാ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഉണ്ട് കിടക്കണത്. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.